പ്രകൃതിയിലെ ജീവനെ എടുത്ത് നമ്മുടെ ജീവനിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അതാണ് ആഹാരം. ആഹാരത്തിലൂടെ നമ്മൾ പ്രകൃതിയെ സഹായിക്കുകയാണ്. നമ്മൾ പറിച്ച് ചക്ക തിന്നില്ല എങ്കിൽ പ്ലാവിലെ ചക്ക എല്ലാം താഴേക്ക് വീണ് കുരുക്കളെല്ലാം കൂടെ മുളക്കാൻ ശ്രമിച്ചാൽ ഇക്കൊല്ലം മുളച്ചതിൻ്റെ മീതെ അടുത്ത ചക്ക വീണ് അടുത്ത കൊല്ലം അവിടെ കിടന്ന് ബാക്കിയുള്ള പ്രകൃതിയെ സഹായിക്കലാണ് നമ്മുടെ ആഹാരം. ഏറ്റവും നല്ല ആഹാരം പ്രകൃതിയെ അത്തരത്തിൽ സഹായിക്കുന്ന ആഹാരമാണ്. ഇപ്പം 2 മണിക്കൂറിനുള്ളിൽ വേവിച്ചത് കഴിക്കണം. പഴങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് കഴിക്കണം. അപ്പോൾ കൂടുതലുണ്ടെങ്കിലോ അവിടെയാണ് അയൽവക്ക സ്നേഹം. നിന്നെപ്പോൾ തന്നെപ്പോൾ എന്താ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കൊട്ടുക്ക അവന് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഒരു ചക്ക കിട്ടിയ 4 അയൽവക്കത്ത് കൊടുക്കാതെ ഞങ്ങൾ മാത്രമായിട്ട് ആ ചക്ക തിന്നിട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ കോഴിക്കോട് ഞാൻ ഇടയ്ക്ക് വഴിയിൽ നല്ല ചക്ക കണ്ടു കഴിഞ്ഞാൽ മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നേരത്ത് നമുക്ക് കിട്ടും. ബാക്കി ഉണ്ടാവണമല്ലോ. കാരണം വീട്ടിൽ ഞങ്ങൾ 5-6 പേരാണ് എല്ലാവരും കൂടി ഉള്ളത്. അപ്പോൾ പറയും അവിടെ അപ്പുറത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, അമ്മ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യും. കൊടുക്കണം. അതിലൂടെയാണ് അയൽവക്കങ്ങൾ ശക്തമാകുന്നത്. അതിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിലെ കാറ്റത്തെ കിളിക്കൂടിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. ചെറുപ്പങ്ങളിലേക്ക് ഓർത്തു കഴിഞ്ഞാലാണ് നമ്മുടെ നാട്ടിൽ വെച്ച് നമുക്കൊരു അപകടം ഉണ്ടായാൽ ഓടിക്കൂടാൻ 100 പേരുണ്ടാവും അല്ലേ? ഇവിടുത്തെ ഫ്ലാറ്റിൽ കിടന്ന് നിലവിളിച്ചാൽ ആര് വരും? ഫയർഫോഴ്സിനെ അടുത്ത ഫ്ലാറ്റിലാവും വിളിക്കും. അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നേ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്നേ ഒരൊച്ച കേൾക്കുന്നുണ്ട്, ഫയർഫോഴ്സുകാരൊന്ന് വന്ന് നോക്കിയേക്ക്. അപ്പോൾ ജീവിതം തകിടം മറിഞ്ഞു, വികൃതി ജീവിതമായിപ്പോയി. നമുക്ക് നഗരവൽക്കരണത്തിൻ്റെ ഇന്നത്തെ വികസനം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന അങ്ങോട്ടാണ്. നമുക്ക് സ്നേഹത്തിൻ്റെ വികസനം, മനസ്സിൻ്റെ വികസനം, സൗഹൃദത്തിൻ്റെ വികസനം നമ്മുടെ വികസന അജണ്ടയിലില്ല. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷന് പഴങ്ങൾ കൂടുതൽ കഴിക്കണം. നമ്മൾ പ്രചരിപ്പിക്കുന്നത് റോ റൈസാണ്. സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്ത അരിയാണ് നമ്മുടെ നേച്ചർ ലൈഫിൻ്റെ സെൻറ്ററുകളിലും ഹോട്ടലിലും എല്ലാം ഉള്ളത്. ഇപ്പോൾ നമുക്ക് തവിട് കളയാത്ത അരി കിട്ടുന്നില്ല എങ്കിൽ പച്ചരി വാങ്ങുക. പച്ചരിയിൽ സ്വാഭാവികമുള്ളൊരു തവിടുണ്ട്. അതുകൂടാതെ നമുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങാൻ കഴിയുന്ന തവിട് 2 സ്പൂൺ അതിലിടാം, ചമ്മന്തിയിലിടാം, കഞ്ഞിവെള്ളത്തിൽ കലക്കി കുടിക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ കോൺസ്റ്റിപ്പേഷന് ഫൈബർ ഉണ്ടാവണം. നിങ്ങൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. ഞാൻ നോക്കുമ്പോൾ ഒരാൾ മുരിങ്ങാക്കായുടെ ചവച്ച് അത് നാര് പൊടിക്കാൻ കഷ്ടപ്പെട്ട് ഇറക്കാനേ ഞാൻ പറഞ്ഞാണ് നാര് തുപ്പിക്കളയണം. അല്ല സാറേ, ഫൈബർ വേണ്ടേ? ആ കാണുന്ന സാധനം അല്ല ഫൈബർ. ഫൈബർ കാണാത്ത കരിക്കിൻ വെള്ളത്തിൽ പോലുമുള്ള സാധനമാണ് ഫൈബർ, കാണുന്ന നാരല്ല. പിന്നെ അസിഡിറ്റിയാ പറഞ്ഞത്. ഇടവേള കൊടുക്കുക, വിൻഡോ പീരീഡ്. ഒന്ന് ദഹിച്ചു തീരുന്നതിന് മുമ്പ് അടുത്തത് കഴിക്കരുത്. അതേപോലെ രാത്രി ഒരു 6 മണി, 7 മണി, 8 മണി നിങ്ങൾ അന്നൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ വേണമെങ്കിൽ 9 മണി വരെ, പക്ഷെ അപ്പോഴും ഒഴിവാക്കുകയാണ് നല്ലത്. ഇന്ന് നല്ലൊരു ശതമാനം ആളുകളുടെയും ദഹനേന്ദ്രിയ തകരാറുകൾ വൈകി രാത്രി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യവും കഷ്ടമാകും. ആളുകളെ രോഗിയായി കിട്ടണമെങ്കിൽ മിണ്ടരുതൊന്നും. തട്ടുകടയിൽ നിന്നൊക്കെ തട്ടുകയല്ലേ 12 മണിക്ക്. അതും പുതിയ ചെറുപ്പക്കാർ തട്ടുകടയിൽ പോയിട്ട് ഈ നമ്മൾ മാറിവാനിയോസ് കഴിഞ്ഞ് അപ്പുറത്ത് അതിനിപ്പുറത്തുള്ള ഭാഗത്ത് ഏത് കോളേജാണ്? NSSൻ്റെ MG കോളേജിൻ്റെ ആ ഭാഗത്ത്, അതുപോലെ മരപ്പാലത്ത് നിന്ന് കവടിയാറിലേക്ക് വരുന്ന വഴി കഴക്കൂട്ടം, തട്ടുകടകളിൽ നിന്ന് ആളുകൾ തട്ടുകയാണ്. വലിയ താമസമില്ലാണ്ട് തട്ടുകടയിൽ നിന്ന് തട്ടിപ്പോവും. ബ്രെയിൻ ഫാക്കൽറ്റിക്ക്, തലച്ചോറിന് കരുത്ത് നേടിയാണല്ലോ പിള്ളേരെല്ലാം നീ നഗരത്തിൽ വന്നിട്ട് IASന് പ്രാക്ടീസ് ചെയ്യുന്നു, IPSന് പഠിക്കുന്നു, ഓരോ പഠനങ്ങളാണ്. ആ പിള്ളേരാണ് വൈകിട്ട് ചായയും വടയും തിന്നും. ഈ വടയെന്ന് പറയുന്നത് ട്രാൻസ്ഫാറ്റാണ്. വട അതുപോലെ വറുത്ത സാധനങ്ങൾ, എണ്ണയിൽ വറുത്തതെല്ലാം ട്രാൻസ്ഫാറ്റ് ചേർത്താണ്. പാം ഓയിലും ഒക്കെ എടുത്തിട്ടാണ് വറുക്കുന്നത്. അതും മതി അവരുടെ മന്ദബുദ്ധിയാക്കാൻ. അമേരിക്കയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് ട്രാൻസ്ഫാറ്റ്. 11 മണിക്കും 12 മണിക്കും ഒക്കെ ഇതുപോലുള്ള സാധനങ്ങൾ തിരുന്ന ചെറുപ്പക്കാർ
കുറച്ച് കാലത്തേക്ക് അവർ പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളാണ്ടാവും. പിന്നെ അതുകൊണ്ട് ബ്രെയിൻ ഫുഡ് എന്താണ് എന്നുള്ളത് ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ബ്രെയിൻ ഫുഡ്, ഫുഡ് ഫോർ ബ്രെയിൻ, തലച്ചോറിന് ഉന്മേഷം തരുന്ന ഭക്ഷണം. അത് നിർഭാഗ്യവശാൽ അവർ കഴിക്കുകയേ ചെയ്യാത്ത പഴങ്ങളും പച്ചക്കറികളും കരിക്കും തേങ്ങയും അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരു കൊച്ചു ഞാൻ അണ്ടിപ്പരിപ്പ് കഴിക്കാറുണ്ട്. അണ്ടിപ്പരിപ്പുള്ള ചോക്ലേറ്റാണ് ഞാൻ തിന്നാറ്. നട്ട്സുള്ള ചോക്ലേറ്റ് അവരിറങ്ങി, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് മുഴുവൻ അവർ തരും. ഉണ്ട് നിങ്ങൾക്ക് നട്ട്സിന് ഞങ്ങളുടെ ചോക്ലേറ്റിൽ വിഷത്തിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. അത് അതിനുള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും, മാസങ്ങളായിട്ടുണ്ടാവും. അതും ആപത്തായിട്ട് തന്നെ വരും അവസാനം. അപ്പം അതുകൊണ്ട് നമ്മുടെ ആമാശയത്തിന് ചേരുന്ന ഭക്ഷണം, അതിനാവശ്യമുള്ള ഗ്യാപ്പ്, ദഹിച്ച് തീർന്നിട്ടല്ലാതെ മറ്റൊരു ഭക്ഷണം വീഴരുത്. അതിനാവശ്യമുള്ള വെള്ളം കിട്ടണം, അതിൻ്റെ വേസ്റ്റ് കളയാനുള്ള വെള്ളം കിട്ടണം. ശരീരത്തിൽ എല്ലാ ഭാഗത്തും ചത്തുപോകുന്ന കോശങ്ങളുണ്ട്, മൃതകോശങ്ങളുണ്ട്. ത്വക്കിലെ കോശങ്ങൾ 2 ആഴ്ച തുടങ്ങി 4 ആഴ്ച ജീവിച്ച് മരിക്കുന്നുണ്ട്. കരളിൽ 200 തുടങ്ങി 400 ദിവസം ജീവിച്ചാണ് മരിക്കുന്നത്. ഓരോ നിമിഷവും 10 ലക്ഷം തുടങ്ങി 40 ലക്ഷം കോശങ്ങളാണ് ശരീരത്തിൽ മരിക്കുന്നത്. അതിൻ്റെ എല്ലാം ശവങ്ങൾ ട്രേസ് ഓഫ് പ്രോട്ടീൻ മാത്രമായിട്ടാണ്. ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കും, പ്രതിരോധ കോശങ്ങളിലാക്കി മാറ്റും. അല്ലാത്തതുമൊക്കെ പോകണം, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് പോകണം. അതിനെ നീക്കം ചെയ്യാൻ രക്തത്തിന് ആവശ്യമുള്ള വെള്ളം ഉണ്ടാവണം. പലരുടെയും രക്തം കുഴമ്പ് പോലെയും ഗ്രീസ് പോലെയുമാണ് ഇരിക്കുന്നത്. വറുത്തതും മൊരിച്ചതും കഴിക്കുന്ന, മൈദ കഴിക്കുന്ന, പഞ്ചസാര കഴിക്കുന്ന, പഴകിയ ഭക്ഷണം കഴിക്കുന്നവരുടെ രക്തമൊക്കെ മനുഷ്യ രക്തം എങ്ങനെയായിരിക്കണോ ആ രീതിയിലാവില്ല. ആ രീതിയിലല്ലാത്തതുകൊണ്ടാണല്ലോ രോഗികളുടെ രക്തം പരിശോധിക്കാൻ ലാബിലേക്ക് കൊടുത്തു വിടുന്നത്. രക്തം പരിശോധിച്ചിട്ട് എന്ത് കാര്യം? രക്തമാകാൻ ഉപയോഗിച്ച റോ മെറ്റീരിയൽ അല്ലേ പരിശോധിക്കേണ്ടത്. വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന അത്ഭുതമാണ് അലോപ്പതി നടത്തിയത്. അങ്ങനെയാണ് നമ്മുടെ അമ്പരന്ന് പോയത്. നമ്മുടെ കാരണന്മാരെ മൂത്രം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കും, മലം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കും, കഫം പരിശോധിച്ച് കണ്ടുപിടിക്കും. മൂത്രവും മലവും കഫവും ആകാൻ വയറ്റിലേക്ക് പോകുന്നത് പരിശോധിക്കുകയല്ലേ നല്ലത്. വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിക്കുന്ന വൃത്തികെട്ട നാറുന്ന രീതിയാണോ ശാസ്ത്രീയം, അതോ വയറ്റിലേക്ക് പോകുന്നത് പരിശോധിക്കുന്നതാണോ വിവേകം? ഏതാ വേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ വയറ്റിലേക്ക് നല്ലത് വിട്. നിങ്ങൾ നിങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നത് പരിശോധിക്ക്, നിങ്ങൾ രക്ഷപ്പെടും. പകരം വയറ്റിലേക്ക് വൃത്തികെട്ടതെല്ലാം പോയി അത് ശരീരത്തിലാകെ നാശം വരുത്തി വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിക്കാൻ നടന്നാൽ നിങ്ങൾ പെടും, ഡോക്ടർ രക്ഷപ്പെടും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ആഹാരപാനീയങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ. ജലപാനത്തിൽ ഭക്ഷണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണത്തോടൊപ്പം ചൂടുള്ള വെള്ളം വേണമെങ്കിൽ കുടിക്കാം. സൂപ്പാവാം, രസമാവാം, കഞ്ഞിവെള്ളമാവാം. പച്ചവെള്ളം അന്നേരം കുടിക്കരുത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പച്ചവെള്ളം വീണ്ടും തുടങ്ങുക, അല്പാൽപമായിട്ട്. ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പച്ചവെള്ളം നിർത്തണം. ഇതൊന്നും തെറ്റിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. പിന്നെയാണ് ആങ്സൈറ്റി. അവിടെയും ആങ്സൈറ്റി കുറയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്, കൂട്ടുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്. ചില ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ സെൽ ടെമ്പറേച്ചർ കൂട്ടും, കോശങ്ങളുടെ ചൂട് കൂട്ടും. അതിനെ തണുപ്പിക്കുന്ന കരിക്ക്, ഫ്രൂട്ട് ജ്യൂസ്, വെജിറ്റബിൾ ജ്യൂസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കോക്കനട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 10 ദിവസം വേവിച്ചതേ കഴിക്കാതെ പഴങ്ങൾ മാത്രം കഴിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രകൃതി വിവരം മനസ്സിലാവില്ല. മനസ്സിലായാലും അനുഭവിച്ചറിഞ്ഞാലേ തിരിച്ചറിവുണ്ടാവുള്ളൂ ഈ കാര്യത്തിൽ. ചെയ്തു നോക്കണം. ആദ്യത്തെ 3 ദിവസം 4 ദിവസം ரொம்ப കഷ്ടം. രാവിലെ എണീക്കുമ്പോൾ തലയണ കണ്ടില്ല എന്ന് വരും. തലയണ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അതേ ഇവിടെ പഞ്ഞിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ വെജിറ്റബിൾ ബിരിയാണി തിന്നുന്നതാണ് സ്വപ്നം കണ്ടത്. അത് നമ്മുടെ തലയണ ആയിരുന്നില്ലേ റബ്ബേന്ന് അപ്പോഴാണ് ഓർക്കുക. ആദ്യത്തെ 3-4 ദിവസം ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും സുഖമാകും.